അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ മരിച്ച നിതിൻ രാജന് നീതി തേടി ദളിത് സംഘടനകൾ നടത്തുന്ന ഹർത്താലിൽ വലഞ്ഞ ജനം. തിരുവനന്തപുരത്ത് കണിയാപുരത്തും കാട്ടാക്കടയിലും നെടുമങ്ങാട് ആറ്റിങ്ങലിലും ഹർത്താലാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. ഇതോടെ രോഗികളും പ്രവേശന പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികളും പെരുവഴിയിലായി. കോട്ടയത്തും കണ്ണൂരും പെട്രോൾ പമ്പുകളും വ്യാപാര സ്ഥാപനങ്ങളും അടപ്പിക്കാൻ വ്യാപക ശ്രമമുണ്ടായി. പത്തനംതിട്ടയിൽ ദീർഘദൂര യാത്രക്കാരടക്കമുള്ളവരാണ് വാഹനം കിട്ടാതെ വലഞ്ഞത്. കോഴിക്കോട്, കൊല്ലം, ഇടുക്കി ജില്ലകളിലും വ്യാപക പ്രതിഷേധമുണ്ടായി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് ദളിത് സംഘടനകൾ മാർച്ച് നടത്തി. MG പ്രദേശും അശ്വിൻ ഡിയാഗോയും പ്രവീൺ പുരുഷോത്തമനും അഭിജിത് മുഴക്കുന്നും നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം പ്രദേശിലേക്കാണ് പോകുന്നത്. പ്രദേശി, സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? വലിയ പ്രതിഷേധമാണോ സെക്രട്ടേറിയറ്റിലേക്കുണ്ടായത്? മാധു, നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ആക്ഷൻ കൌൺസിലും ഒപ്പം ദളിത് സംഘടനകളും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം. രാവിലെ തമ്പാനൂരിലായിരുന്നു പ്രതിഷേധമെങ്കിൽ ആ പ്രതിഷേധത്തിന്റെ തുടർച്ചയുടെ ഭാഗമായാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് സമരാനുകൂലികൾ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത്. ഈ സെക്രട്ടേറിയറ്റിന് സമര ഗേറ്റിന് മുന്നിലാണ് ഇപ്പോൾ ഈ സമരാനുകൂലികൾ ഉള്ളത്. ഇപ്പോൾ പ്രതിഷേധ സമരത്തെ അഭിസംബോധന ചെയ്ത ഈ സമര നേതാക്കൾ, ആക്ഷൻ കൌൺസിലിന്റെ ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിക്കുകയാണ്. വലിയ പ്രതിഷേധം, നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതിലും അപ്പുറമുള്ള പ്രതിഷേധമാണ് ഈ കണ്ടത്. സംസ്ഥാനത്തിന്റെ നഗരമേഖലകൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധമുണ്ടായി. 4 മണിക്കൂറോളം തിരുവനന്തപുരം തമ്പാനൂരിൽ KSRTC ബസ്സുകൾ തടഞ്ഞിടുന്ന സാഹചര്യമുണ്ടായിരുന്നു. കടകൾ പൂർണ്ണമായും അടപ്പിച്ചു. നേരത്തെ KSRTCയും ഒപ്പം വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ തന്നെ പ്രവർത്തിക്കുമെന്ന് അറിയിച്ചതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ സാധാരണ ഇറങ്ങുന്നത് പോലെ തന്നെ നിരത്തുകളിൽ ഇറങ്ങിയിരുന്നു. പക്ഷേ അത് സാധാരണക്കാരെ വലിയ തോതിൽ വ്യാപിച്ചു. പ്രധാനമായും നഗരമേഖലകളിൽ, ദേശീയപാതകളിലൊക്കെ തന്നെ ബസ്സുകൾ തടയുന്ന സാഹചര്യമുണ്ടായി. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. പ്രധാനപ്പെട്ട MG റോഡാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകുന്ന ഒരു റോഡാണ്. പക്ഷേ ഇവിടെയുള്ള കടകൾ മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ്. നേരത്തെ തമ്പാനൂരിൽ ഈ കടകളൊക്കെ തന്നെ നിർബന്ധിപ്പിച്ച് സമരാനുകൂലികൾ അടപ്പിച്ചിരുന്നു. ഹർത്താലുമായി സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ ചില പ്രതിഷേധം സമരക്കാരും ജനങ്ങളും തമ്മിൽ ചില വ്യാപാര സ്ഥാപനങ്ങളിലെ ദൃശ്യങ്ങൾ തന്നെ ഈ സംഭവങ്ങളെ സാധൂകരിക്കുന്നതാണ്. ഒരൊറ്റ കടകൾ തുറന്നിട്ടില്ല. സാധാരണഗതിയിലാണെങ്കിൽ ഹർത്താലൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും പോലീസ് സുരക്ഷയ്ക്കുള്ള ഇടങ്ങളിൽ കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കാറുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ 7 മണിയോടുകൂടി വലിയ പ്രതിഷേധമുണ്ടാവുകയാണ്. KSRTC ബസ്സുകളടക്കം തടയുകയും ആളുകളെ യാത്ര തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറക്കിവിടുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി.